സ്റ്റുഡൻസ് നമുക്ക് വീഡിയോ 77 ആണ്. അതായത് നമ്മൾ വേവ് ഇക്വേഷൻ വൈബ്രേറ്റിംഗ് സ്ട്രിങ്ങിൻ്റെ എക്സാമ്പിൾ എടുത്തിട്ട് വേവ് ഇക്വേഷൻ സോൾവ് ചെയ്ത് അതിൻ്റെ ജനറൽ സൊല്യൂഷൻ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? a²u(x(x) = ut(t) 0 < x <l. ദ സ്ട്രിങ് ഈസ് എ ഫൈനൈറ്റ് ലെങ്ത് ആണ്. അവിടെ ബൗണ്ടറി കണ്ടീഷൻസ് x = 0 ആൻഡ് l are the boundary points. So boundary conditions are given as u of 0t = u of lt = 0. അവിടെ രണ്ട് ഇനീഷ്യൽ കണ്ടീഷൻസും തന്നിട്ടുണ്ട്, which are they u of x0 is equal to f of x and ut of x0 is equal to g of x. ഇതെങ്ങനെയാണ് സോൾവ് ചെയ്ത മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ് അനുസരിച്ച് u of xt is equal to x of x into t of t. നമ്മൾ ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ രണ്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ കണ്ടുപിടിച്ചു. x2 മൈനസ് ലാംഡ എക്സ് ഈക്വൽ ടു 0 കിട്ടി. അതിൻ്റെ സ്റ്റെപ്പ് 2ൽ അതിൻ്റെ ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് രണ്ട് ബൗണ്ടറി കണ്ടീഷൻസ് എക്സിൻ്റെ ടേംസിൽ കിട്ടും. ദാറ്റ് ഇസ് x of 0 equal to 0 and x of l equal to 0. So we have an eigen value problem. അത് x of x കാണാനുള്ള eigen value problem കിട്ടി. eigen value problem എന്ന് പറഞ്ഞാൽ we are finding the eigen function, non-trivial solutions of the boundary value problem. x2 minus lambda x equal to 0 and x of x equal to 0, x of l equal to 0. ഇതേപോലെ തന്നെയാണല്ലോ നമ്മൾ ഹീറ്റ് കണ്ടക്ഷൻ പ്രോബ്ലത്തിലും ചെയ്തത്. അതിൽ നമുക്ക് ഏഗൻ വാല്യൂസ് ആദ്യം കാണണം, ലാംഡാസ്. അത് കഴിഞ്ഞിട്ട് വേണം അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏഗൻ ഫങ്ഷൻസ്, അതായത് നോൺ ട്രിവിയൽ സൊല്യൂഷൻ എക്സ് ഓഫ് എക്സ് കാണാനായിട്ട്. അതിന് 3 കേസ് എടുക്കണം. അതാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. വെൻ ലാംഡ ഗ്രേറ്റർ ദാൻ 0 നമുക്കിത് പോസിബിൾ ആണോ, നോൺ ട്രിവിയൽ സൊല്യൂഷൻ കിട്ടുമോ ഇല്ലയോ എന്ന് നോക്കാം. വെൻ ലാംഡ ഗ്രേറ്റർ ദാൻ 0 ലെറ്റ് us choose lambda as mu square. അപ്പോൾ ഒറ്റയടിക്ക് നമുക്ക് പോസിറ്റീവ് മ്യൂ സ്ക്വയേഴ്സ് എല്ലാം പോസിറ്റീവാണെന്ന് അറിയാം. അതുകൊണ്ട് ലാംഡയെ നമുക്ക് മ്യൂ സ്ക്വയർ എന്ന് എടുക്കാം. അപ്പോൾ നമ്മുടെ ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ x2 മൈനസ് ലാംഡ എക്സ് ഈക്വൽ ടു 0 എന്തായി മാറും? x2 മൈനസ് മ്യൂ സ്ക്വയർ എക്സ് ഈക്വൽ ടു 0. അത് നോക്കുമ്പോൾ തന്നെ അറിയാം, ദിസ് ഇസ് എ സെക്കൻഡ് ഓർഡർ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് കോൺസ്റ്റൻറ്റ് കോഎഫിഷ്യൻറ്റ്. സോ ഇൻ ഓർഡർ ടു ഫൈൻഡ് ദിസ് സൊല്യൂഷൻ യു ഹാവ് ടു ഫൈൻഡ് ദിസ് ക്യാരക്ടറൈസ്ഡ് ഇക്വേഷൻ. ഇതെന്താ? m² മൈനസ് മ്യൂ സ്ക്വയർ ഈക്വൽ ടു 0. സോ m² ഈക്വൽ ടു മ്യൂ സ്ക്വയർ. സോ m is equal to plus or minus mu, two distinct real roots. So ഇതിൻ്റെ ശരിക്കും നമ്മൾ എഴുതാറ് c1 e raised to mu x plus c2 e raised to minus mu x. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ cos h mu x ഉം sin h mu x ഉം ലീനിയർലി ഇൻഡിപെൻഡൻറ്റുമാണ്. e raised to mu x-ൻ്റെ e raised to minus mu x-ൻ്റെയും ലീനിയർ കോമ്പിനേഷനിലാണ് ഈ cos h ഉം sin h ഉം. അതുകൊണ്ട് ഇതിനെ നമുക്ക് ഫണ്ടമെൻ്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻസ് ആയിട്ട് എഴുതാം. അപ്പോൾ ഈക്ക് പകരമായിട്ട് cos h-ൻ്റെ sin h-ൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് x of x എഴുതാനും സാധിക്കും. So x of x is equal to c1 cos h mu x plus c2 sin h mu x. ഹൈപ്പർബോളിക് ഫംഗ്ഷൻസിൻ്റെ ലീനിയർ കോമ്പിനേഷൻ. c1 c2 കിട്ടാനാണ് നമ്മൾ ഇതിൻ്റെ ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുന്നത്. x of 0 കൊടുക്കുമ്പോൾ x of 0 equal to 0. So when small x equal to 0, capital X is 0. So small x 0 കിട്ടുമ്പോൾ c1 cos h 0 plus c2 sin h 0. Sin h 0 is 0, so this term whole becomes 0. Cos h 0 is 1, so c1 equal to 0 വരും. കാരണം x of 0 is equal to 0, so c1 equal to 0. ഇനി x of l 0 കൊടുക്കുമ്പോൾ c1 ഓൾറെഡി 0 ആയ സ്ഥിതിക്ക് 0 plus c2 sin h mu l equal to 0. അപ്പം ഒന്നുകിൽ c2 0 ആവാം, sin h mu l 0 ആവാം. നമുക്കറിയാം ഹൈപ്പർബോളിക് ഫംഗ്ഷൻ sin h mu l is not equal to 0. sin h 0 മാത്രമേ 0 ആവുള്ളൂ. mu l not equal to 0 ആയ സ്ഥിതിക്ക് sin h mu l is not 0, so sin h mu l is not equal to 0. അപ്പോൾ പിന്നെ എന്ത് 0 ആണ്? c2 0 ആണ്. അപ്പോൾ c1 0 c2 0 ആവുമ്പോൾ x of 0 തന്നെ 0 ആണ്. സോ നമ്മുടെ സൊല്യൂഷൻ ട്രിവിയലായി. ഏഗൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നോൺ ട്രിവിയൽ സൊല്യൂഷൻ വേണം കിട്ടാൻ. സോ ലാംഡ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ 0 ഇസ് നോട്ട് പോസിബിൾ. ഇറ്റ് കനോട്ട് ബി കൺസിഡർഡ് ആസ് എൻ ഏഗൻ വാല്യൂ. സോ ലെറ്റ് us consider lambda less than 0. സോ ലെറ്റ് us ഇതേപോലെ തന്നെ ലെറ്റ് us take lambda equal to minus mu square. mu square എന്തായാലും പോസിറ്റീവ് ആണല്ലോ. അപ്പോൾ ലാംഡ മൈനസ് mu square. അപ്പോൾ നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ x2 മൈനസ് ലാംഡ എക്സ് ഈക്വൽ ടു 0 എന്തായി മാറും? x2 പ്ലസ് mu square x ഈക്വൽ ടു 0. അതിൻ്റെയും ക്യാരക്ടറൈസ്ഡ് ഇക്വേഷൻ എഴുതിയാൽ m² plus mu square equal to 0, m² is equal to minus mu square, so m is equal to plus or minus mu y. അപ്പോൾ അതിൻ്റെ ജനറൽ സൊല്യൂഷൻ നമുക്ക് എന്ത് എഴുതാം? കോംപ്ലക്സ് റൂട്ട്സ് ആയതുകൊണ്ട് റിയൽ പാർട്ട് 0 ആണ്. അപ്പോൾ ജനറൽ സൊല്യൂഷൻ ഇസ് x of x capital A cos mu x plus b sin mu x. ഇത് ഹൈപ്പർബോളിക് അല്ല കേട്ടോ, ട്രിഗ്നോമെട്രിക്. cos mu x, a cos mu x plus b sin mu, linear combination of the trigonometric functions.
ഇവിടെ എ ബി കാണാനായിട്ട് എയോ C1 C2 എന്ത് വേണമെങ്കിലും ആവാം. എക്സ് ഓഫ് 0 0 കൊടുക്കുമ്പോൾ ഇതുപോലെ തന്നെ A × 1 + B × 0. സോ A = 0. എക്സ് ഓഫ് L 0 വരുമ്പോൾ A ഓൾറെഡി 0 ആയതുകൊണ്ട് 0 + B sin μL = 0. അപ്പം B 0 ആവാം അല്ലെങ്കിൽ sin μL 0 ആവാം. B 0 ആയാൽ ഈ പറഞ്ഞ പോലെ സൊല്യൂഷൻ അങ്ങ് ട്രിവിയലായി പോവും. കാരണം എക്സ് ഓഫ് എക്സിൽ ഇൻ ടേംസ് ഓഫ് A ആൻഡ് B അല്ലേ, എയും ബി, അപ്പോൾ എക്സ് ഓഫ് എക്സ് അങ്ങ് 0 ആയിപ്പോവും. അതുകൊണ്ട് sin μL 0 ആവാം. ട്രിഗ്നോമെട്രിക് ആയതുകൊണ്ട് നമുക്ക് കർവ് തന്നെ ഓർക്കുമല്ലോ. ദസ് പീരിയോഡിക് ആണ്. sin μL can be equal to 0. sin μL എപ്പോഴാണ് 0 ആവുന്നത്? when μL is equal to n pi, that is an integral multiple of pi, that is n is a positive integer. So mu എന്ത് വരും? n pi by l, where n is a positive integer, 1 2 3 etc. അപ്പോൾ so lambda less than 0 can be possible. Lambda less than 0 can be possible ആവാം. So in that case we will get mu is equal to n pi by l ആവാം. So now we can consider the case when lambda equal to 0. ലാംഡ ഈക്വൽ ടു 0 വരുമ്പോൾ നമ്മുടെ ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്തായി വരും? x2 - lambda x = 0, x2 0. സോ m² 0, m is 0 0 2 = √0. സോ ജനറൽ സൊല്യൂഷൻ എങ്ങനെ എഴുതാം? എക്സ് ഓഫ് എക്സ് = C1x + C2. സോ C1 C2 കാണാൻ എക്സ് ഓഫ് 0 0 കൊടുക്കുമ്പോൾ C2 0, എക്സ് ഓഫ് L 0 കൊടുക്കുമ്പോൾ C2 ഓൾറെഡി 0, അപ്പോൾ C1 L 0. സോ L എന്തായാലും 0 അല്ലാത്ത സ്ഥിതിക്ക് C1 0. അപ്പോൾ ഈ കേസിലും C1 0, C2 0, എക്സ് ഓഫ് എസ് 0. സോ വിച്ച് ഇസ് എ ട്രിവിയൽ സൊല്യൂഷൻ. ദെർഫോർ ലാംഡ = 0 ഇസ് നോട്ട് പോസിബിൾ. അപ്പോൾ ഈ ബൗണ്ടറി വാല്യൂ പ്രോബ്ലത്തിന് നോൺ ട്രിവിയൽ സൊല്യൂഷൻ ഉണ്ടാകും. നമ്മുടെ ബൗണ്ടറി വാല്യൂ പ്രോബ്ലം എന്താ? x2 - lambda x = 0, x of 0 0, x of L is equal to 0 has a non-trivial solution only when the lambda is less than 0 and that lambda is n pi by L അല്ലേ. n pi by L ആണ്. n takes values 1 2 3 etc. mu ആണ് n pi by L അല്ലേ. mu ആണ് n pi by L. ലാംഡ എന്ന് പറഞ്ഞാൽ എന്താ? -μ² ആണ്. -μ². അപ്പോൾ എന്നിന് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് വാല്യൂസ് ഉള്ളത് കൊണ്ട് ആ ലാംഡയെ നമുക്ക് ലാംഡ n എന്ന് ഡിനോട്ട് ചെയ്യാം. വാട്ട് ഈസ് ലാംഡ n? -μn² എന്ന് ഡിനോട്ട് ചെയ്യാം. ഒരു mu എന്ന് പറഞ്ഞാൽ n pi by L. അപ്പോൾ μn² എന്ന് പറഞ്ഞാൽ n² pi² by L². അപ്പോൾ -μn² എന്ന് പറഞ്ഞാലോ -n² pi² by L². n takes the values 1 2 3 etc. അപ്പോൾ ഓരോ ലാംഡ എന്നിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈഗൻ ഫങ്ഷൻസ് എക്സൻസ് ആണ്. x is equal to xn. അപ്പോൾ xn എന്ത് വരും? നമുക്കറിയാമല്ലോ അവിടെ എക്സ് ഓഫ് എക്സ് എന്തായിരുന്നു? A cos μx + B sin μx അല്ലേ. അപ്പോൾ അവിടെ A അങ്ങ് 0 ആയിപ്പോയി, B മാത്രമേ ഉള്ളൂ. അപ്പോൾ എക്സ് അവിടെ B sin μx ആണ് നമുക്ക് വരിക. അവിടെ നമുക്ക് B നമുക്ക് തൽക്കാലം 1 എന്ന് എടുക്കാം. B is arbitrary. So when you take B as 1, എക്സിൽ എന്ത് മാത്രമേ ഉള്ളത്? sin μx മാത്രമേ ഉള്ളൂ. അപ്പോൾ sin mu എന്ന് പറഞ്ഞാൽ n pi by L. അതുകൊണ്ട് xn എന്ന് പറയുന്നത് നമുക്ക് അതിനെ ഡിനോട്ട് ചെയ്യാൻ takes 1 2 3. അപ്പോൾ നമ്മുടെ എക്സ് എന്നിൻ്റെ വാല്യൂസ് എന്തൊക്കെയാണ്? sin n pi x by L where n is equal to 1 2 3. അപ്പോൾ ഇതെങ്ങനെ വന്നതെന്ന് മനസ്സിലായി അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് xn കിട്ടി. xn ഇൻഫിനിറ്റ് നമ്പർ ഓഫ് വാല്യൂസ് അല്ലേ. xn takes the values, n takes the values 1 2 3 etc. n 1 കൊടുക്കുമ്പോൾ x1 കിട്ടും, n 2 കൊടുക്കുമ്പോൾ x2 കിട്ടും, ലൈക്ക് ദാറ്റ്. നമുക്കിത് മാത്രം കിട്ടിയാൽ പോരാ. നമ്മുടെ യു ഓഫ് എക്സ് ടിയിൽ എക്സ് ഓഫ് എക്സിൻ്റെ ടി ഓഫ് ടി ആണ്. അപ്പോൾ ടി കാണണമെങ്കിൽ ഇതേപോലെ തന്നെ x2 - lambda x കൂടെ നമ്മൾ വേറൊരു ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ സ്റ്റെപ്പ് 1 പഠിച്ചു. അതാണ് T2 - A² lambda t = 0. ഇതിന് നമ്മൾ ഈ സെയിം റെപ്പറ്റീഷൻ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. നമുക്കിവിടെ ഒരു ഏഗൻ വാല്യൂ ലാംഡൻ കിട്ടിയല്ലോ. ആ ലാംഡൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. T2 - A² lambda t = 0യിൽ ആ ലാംഡയ്ക്ക് നമ്മൾ ആ വാല്യൂ കൊടുക്കുമ്പോൾ ആ -n² pi² by L² ആയതുകൊണ്ട് മൈനസ് ബിക്കംസ് പ്ലസ്. സോ T2 - A² n² pi² by L² t = 0, n = 1 2 3 etc. ദാറ്റ് മീൻസ് വാട്ട് ഈ A² ഉള്ളിൽ കൊണ്ടുവന്നു. ഇതെല്ലാം കൂടി ഒറ്റ സ്ക്വയർ ടേം ആക്കി T2 - an pi by L t = 0, 1 2 3 etc. ഇവിടെ നിന്ന് നമുക്ക് ടി ഓഫ് ടി കാണാം. ക്യാപിറ്റൽ ടി ഓഫ് സ്മോൾ ടി കാണാം. ബിക്കോസ് ദിസ് ഇറ്റ്സെൽഫ് ഇസ് എ ഹോമോജീനിയസ് ലീനിയർ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ്. അപ്പോൾ ഇവിടുത്തെ ക്യാരക്ടറൈസ്ഡ് ഇക്വേഷൻ എന്താ? m² + an pi by L = 0. Therefore m is equal to ± i an pi by L. അപ്പോൾ ഇവിടെ
കോംപ്ലക്സ് ആണ്, റിയൽ പാർട്ട് 0 ആണ്. അപ്പോൾ നമുക്കിതിൻ്റെ ടി ഓഫ് ടിയെ നമുക്ക് എങ്ങനെ എഴുതാം? ഈ എന്നിന് ഡിഫറെൻറ്റ് വാല്യൂസ് ഉള്ളതുകൊണ്ട് ടി എൻ ഓഫ് ടി എന്ന് തന്നെ എഴുതാം. എ എൻ ആൻഡ് ബി എൻ ആർബിട്രറി കോൺസ്റ്റൻസ് ആണ്. എ എൻ കോസ് എൻ പൈ എ ബൈ എൽ ടി പ്ലസ് ബി എൻ സൈൻ എൻ പൈ എ ബൈ എൽ ടി വർ എൻ ഇസ് ഈക്വൽ ടു 1 2 3 എക്സെട്ര. കോസും സൈനും ഒക്കെ ലീനിയർ കോമ്പിനേഷൻ വരാനുള്ള കാരണം ഈ ക്യാരക്ടറൈസ്ഡ് ഇക്വേഷനിൽ നിന്ന് റൂട്ട്സ് കണ്ടുവിട്ടു, കോംപ്ലക്സ് കോൺജുഗേറ്റ്സ് കിട്ടി. അങ്ങനെയാണ് ടി എൻ ഓഫ് ടി where n is equal to 1 2 3 xn പോലെ തന്നെ. സോ ടി എൻ ഓൾസോ ഹാവ് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് values. ഇനി നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? therefore the solution of the given one dimensional wave equation a square u x x equal to u t t 0 less than x less than l t greater than 0 satisfying the boundary conditions u of 0 t equal to 0 u of l t equal to 0 t greater than or equal to 0 എന്താ? un of x t is equal to xn of x into tn of t. ഇവിടെ tn of t ആദ്യം എഴുതി into xn of x എഴുതി. so un is equal to an cos n pi a by l t plus bn sin n pi a by l t the whole into sin n pi x by l where n is equal to 1 2 3 etc. ശരിക്കും നമ്മുടെ ഒറിജിനൽ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനും ബൗണ്ടറി കണ്ടീഷനും മാത്രമല്ല, നമുക്ക് ഇതിൻ്റെ കൂടെ കുറച്ച് ഇനീഷ്യൽ കണ്ടീഷനും കൂടി ഉണ്ട്. ആ ഇനീഷ്യൽ കണ്ടീഷൻ ഉപയോഗിച്ച് നമ്മൾ ഇതിൻ്റെ ഒരു ഫ്യൂരിയർ സീരീസ് ആണല്ലോ, അതിൽ നിന്ന് ഫ്യൂരിയർ കോഎഫിഷ്യൻസ് കാണാൻ ഉപയോഗിക്കും. അതാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇൻ സ്റ്റെപ്പ് 3, in this step using Fourier series we shall compose the solutions obtained in step 2. കിട്ടിയിരിക്കുന്ന പല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സൊല്യൂഷൻസ് ഉള്ള 1 2 3 എക്സെട്ര ടു ഗെറ്റ് എ സൊല്യൂഷൻ of the wave equation that also satisfies the initial conditions u of x0 is equal to f of x, ut of x0 is equal to g of x, where 0 less than or equal to x less than or equal to l in both the initial equations. അപ്പോൾ ഇത് ഉപയോഗിച്ച് നമുക്ക് ഇതിൻ്റെ കോൺസ്റ്റൻസ്, ആർബിട്രറി കോൺസ്റ്റൻസിൻ്റെ അല്ല അതിനെ ഫ്യൂരിയർ കോഎഫിഷ്യൻസ് പറയാം. ബിക്കോസ് ദീസ് ആർ ആ ഫ്യൂരിയർ സീരീസ് ആണ്. നമ്മൾ ഇവിടെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ടേംസ് ഉള്ളത് കൊണ്ട് നമ്മൾ ഒരൊറ്റ സൊല്യൂഷനിലേക്ക് മാറ്റും. അതിനെ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപോസിഷൻ എന്നും കൂടി വേണമെങ്കിൽ പറയാം. യു ഓഫ് എക്സ് ടി ഈക്വൽ ടു സിഗ്മ എൻ ഇസ് ഈക്വൽ ടു 1 to infinity ദിസ് യു എൻ ഓഫ് എക്സ് ടി. അതപ്പോൾ ഫ്യൂരിയർ സീരീസ് ആണ്. അതിൻ്റെ ഫ്യൂരിയർ കോഎഫിഷ്യൻസ് എങ്ങനെ കണ്ടുപിടിക്കാം? ഈ ഇനീഷ്യൽ കണ്ടീഷൻസ് അപ്ലൈ ചെയ്തിട്ട് അത് ഡീറ്റെയിൽഡായിട്ട് അടുത്ത വീഡിയോയിൽ സ്റ്റെപ്പ് 3 നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഒന്നും കൂടി ഈ സ്റ്റെപ്പ് 3യുടെ ഈ സ്റ്റെപ്പൊക്കെ ഒന്നും കൂടി അടുത്ത വീഡിയോയിൽ എത്തുന്നതായിരിക്കും. താങ്ക് യു.